ഡൽഹിയിലെ കനത്ത മഴയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഡൽഹിയിലെ വസന്ത് വിഹാറിൽ നിർമ്മാണത്തിലിരുന്ന മതിൽ തകർന്നു. 3 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അർജുൻ പീതാംബരൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, 3 പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷപ്പെടുത്താനാകുമോ ഉടനെ തന്നെ? എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? പൂജ 11 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ഈ 3 പേരെയും സംബന്ധിച്ച് യാതൊരു വിവരവും, യാതൊരു കാര്യവും ഇതുവരെയും വ്യക്തമാക്കാനായിട്ട് ഈ NDRFനോ ഫയർഫോഴ്സിനോ സാധിക്കുന്നില്ല. മാത്രമല്ല, ഈ 11 മണിക്കൂർ കഴിയുമ്പോഴും ഈ രക്ഷാപ്രവർത്തനത്തിലടക്കം വലിയ രീതിയിലുള്ള വീഴ്ച നിലവിൽ നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാവുന്നുണ്ട്. കാരണം ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തിച്ച പല ഉപകരണങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. മരങ്ങൾ മുറിച്ചു മാറ്റാൻ കൊണ്ടുവന്ന ആ മെഷീനുകളടക്കം നേരെ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ക്രെയിനുകൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അപകടം സംഭവിച്ച് ഒരുപാട് മണിക്കൂറിന് ശേഷമാണ് മരങ്ങളെല്ലാം തന്നെ മാറ്റാനായിട്ട് ഈ ക്രെയിനുകൾ എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരല്പം മുമ്പ്, ഒരു അരമണിക്കൂർ നേരം മുൻപാണ് ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം അത് പുറത്തേക്ക് അടിച്ചു മാറ്റാനായിട്ട് 2 മോട്ടറും അതുപോലെ തന്നെ പൈപ്പും എല്ലാം ഈ പരിസരത്തേക്ക് എത്തിച്ചത്. പക്ഷേ ഈ 2 മോട്ടറും വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. വെള്ളം വലിച്ചെടുക്കുന്നില്ല. അങ്ങനെ ഒരു പാളിച്ച ആകെ മൊത്തത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ കാണുന്നുണ്ട്. 3 ജീവനുകൾ ഇപ്പോഴും ഈ വെള്ളത്തിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നിട്ടും അവരെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടത്ര നടപടികൾ അത് ശരിയായ രീതിയിൽ ചെയ്യപ്പെടുന്നില്ല. ഫയർഫോഴ്സിന്റെയോ NDRFന്റെയോ ഭാഗത്തു നിന്നും നടപടികളിൽ വീഴ്ച സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് കൃത്യമായിട്ട് പറയാൻ സാധിക്കുക. രാവിലെ 5:30-ക്കാണ് ഈ അപകടം സംഭവിക്കുന്നതും 3 തൊഴിലാളികൾ ഈ വെള്ളത്തിനടിയിൽ കുടുങ്ങിപ്പോകുന്നതും. പ്രധാനമായിട്ടും ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ കൂടുതൽ മോട്ടറുകൾ, ഈ കൊണ്ടുവന്ന ആദ്യത്തെ 2 മോട്ടറുകൾ പ്രവർത്തിക്കാതായതോടെ മറ്റ് ഉപകരണങ്ങളടക്കം ഈ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ വെള്ളമടിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പക്ഷേ ഇത് ഫയർഫോഴ്സിന്റെ അല്ല, പുറത്ത് വാടകയ്ക്ക് കൊണ്ടുവരുന്നതാണ്. കാരണം ഫയർഫോഴ്സ് എത്തിച്ച 2 മോട്ടറും പ്രവർത്തിക്കാതായപ്പോൾ പുറത്തുനിന്നും വാടകയ്ക്ക് എത്തിച്ച മോട്ടറാണ് ഇപ്പോൾ അത് ഉപയോഗിച്ച് വെള്ളം അടിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ എന്തായാലും നടത്താൻ വേണ്ടി പോകുന്നത്. ഇന്ന് രാവിലെ 5:30-ക്ക് കനത്ത മഴയെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന, ഈ പരിസരത്ത് ഉണ്ടായിരുന്ന മരങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഈ കെട്ടിട തൊഴിലാളികൾ താമസിച്ചിരുന്ന താൽക്കാലിക ഷെഡുകളുടെ മുകളിലേക്ക് പതിച്ചതിന് പിന്നാലെയാണ് ഈ ആളുകൾ വെള്ളത്തിലകത്തേക്ക് വീണുപോയത്. അവർ ചെളിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിനു മുകളിലായിട്ട് മെറ്റലിന്റെ പീസുകളുണ്ട്. അതിനു മുകളിൽ മരത്തിന്റെ ചില്ലകൾ അടക്കമുള്ള അവശിഷ്ടങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. രാവിലെ കനത്ത മഴ ഉണ്ടായിരുന്ന സമയത്ത് ഒരാൾ പൊക്കത്തിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അത് രക്ഷാപ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 5-6 മണിക്കൂറായിട്ട് മഴ ഒട്ടും തന്നെ ഇല്ല. നല്ല രീതിയിൽ വെയിൽ വന്നിട്ടുണ്ട്. ആ വെള്ളം ഇറങ്ങി ഒരാൾക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരാളുടെ പകുതിക്ക് ഒരു ഇടുപ്പറ്റം മാത്രമാണ് ഇപ്പോൾ വെള്ളമുള്ളത്. പക്ഷെ അപ്പോഴും ആളുകൾക്ക് അകത്തേക്ക് ഇറങ്ങി ആളുകളെ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം അത് പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടി ഇപ്പോഴും കഴിയുന്നില്ല. പല രീതിയിലുള്ള ഏകോപനത്തിലടക്കം പല രീതിയിലുള്ള തടസ്സങ്ങളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ടും. എന്തായാലും രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ഈ വാടകയ്ക്കൊക്കെ പുറത്തുനിന്ന് ഉപകരണങ്ങളൊക്കെ എത്തിച്ചു, അതുകൊണ്ടൊക്കെ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ പറ്റുമോ? അതോ കൂടുതൽ ഉപകരണങ്ങളൊക്കെ പുറത്തുനിന്നും വീണ്ടും കൊണ്ടുവരേണ്ടി വരുമോ? കാര്യങ്ങൾ നല്ല വേഗത്തിലല്ല പോകുന്നത് അല്ലേ? വേഗത്തിലല്ല പൂജ, വലിയ രീതിയിൽ വൈകുന്നുണ്ട്. ഈ ക്രെയിനുകളടക്കം നേരത്തെ എത്തിച്ചാണ്. പക്ഷെ എല്ലാം ഇവിടെ പ്രവർത്തനരഹിതമായിട്ട് തന്നെ കിടക്കുകയാണ്. വേണ്ടത്ര രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി ഈ 3 പേരെയും അല്ലെങ്കിൽ 3 പേരിലേക്കെങ്കിലും എത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിലടക്കം വ്യക്തത ഇപ്പോഴും ഇല്ല. കാരണം 11 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഈ 3 പേരെ ജീവനോടെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ജീവനോടെ പുറത്തെത്തിക്കാൻ സാധിക്കും എന്നുള്ള എല്ലാ പ്രതീക്ഷകളും വിഫലമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായിട്ടുണ്ട്, അല്ലെങ്കിൽ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം അടക്കം ഇവിടെ നിലവിൽ പ്രകടമാണ്. അത്തരത്തിലാണ് കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. കാരണം കൂടുതൽ ഈ പലകകളടക്കം കൊണ്ടുവന്ന് അത് കെട്ടിവെച്ച് കൂടുതൽ ആളുകളെ താഴേക്കിറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല, ഈ കെട്ടിടപ്പണിക്ക് എത്തിയ തൊഴിലാളികളെ അടക്കം താഴേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതടക്കം നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആദ്യം ഇറങ്ങി, അതിനുശേഷം അവർ തിരിച്ചു കയറി. അതിനോടൊപ്പം തന്നെ ഈ അകപ്പെട്ട തൊഴിലാളികൾക്ക് ഒപ്പം ഉണ്ടായിരുന്ന മറ്റു തൊഴിലാളികളെയും ഈ വെള്ളം കെട്ടി നിൽക്കുന്ന മേഖലയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളടക്കം ഇവിടെ നടത്തിയിരുന്നു. ഇപ്പോൾ കൂടുതൽ മോട്ടറും അതുപോലെ തന്നെ പല കഷ്ണങ്ങളും എല്ലാം എത്തിച്ച് ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഇന്ന് രാത്രിയോടെയെങ്കിലും ഇവരിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം, അതല്ല ഈ മോട്ടോർ
മോട്ടോർ വെച്ച് വെള്ളമടിച്ച് കഴിയുകയാണെങ്കിൽ അത് എത്ര മണിക്കൂർ നീളുമെന്നുള്ള കാര്യത്തിലൊരു അവ്യക്തതയുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രതീക്ഷകളും അത് വലിയ തിരിച്ചടിയിലേക്കായിരിക്കും പോവുക. പക്ഷേ 3 ജീവനുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടന്നിട്ടും അവരെ പുറത്തേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലടക്കം ഒരു നോക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടത്ര ശ്രമങ്ങൾ എന്തായാലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അത് മഴ മാറി നിന്നിട്ടും അത് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് വീഴ്ചയായിട്ട് ഇപ്പോൾ പറയാൻ സാധിക്കുക. ശരി അർജുൻ, 11 മണിക്കൂർ പിന്നിട്ടിട്ടും കുടുങ്ങിക്കിടക്കുന്നവരെ ഇതുവരെയും പുറത്തെടുക്കാനായിട്ടില്ല. ഫയർഫോഴ്സ് എത്തിച്ച പല ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പുറത്തുനിന്ന് ഉപകരണങ്ങളൊക്കെ വാടകയ്ക്കെടുത്താണ് അവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നത്. കാര്യമായി വേഗത്തിലല്ല അവിടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നത് എന്നുള്ളതും ആശങ്കയാണ്. 11 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു അപകടം നടന്നിട്ട്. കനത്ത മഴയിൽ ഡൽഹിയിലെ വസന്ത് വിഹാറിലാണ് നിർമ്മാണത്തിലിരുന്ന മതിൽ തകർന്നു വീഴുന്നത്. 3 തൊഴിലാളികൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്. അർജുൻ പീതാംബരനാണ് തത്സമയം വിവരങ്ങൾ നൽകിയത്.